ദൈവം ഈ പകൽക്കാലം നമുക്ക് അത്ഭുതങ്ങളെ ചെയ്യട്ടെ. തന്റെ കൃപയുടെ മറവിൽ നമ്മെ മറച്ചു നിർത്തുകയും തേജസ്സിനാൽ പൊതിയുകയും നമ്മെ ഓരോ നാളും വഴി നടത്തി ഇതുവരെ സൂക്ഷിച്ച ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എല്ലാ പ്രിയപ്പെട്ടവരും ആദ്യമായി കടന്നുവരുന്ന യേശു നാമത്തിലുള്ള നന്ദിയും സ്വാഗതത്തെ അറിയിക്കട്ടെ. കർത്താവ് നമ്മുടെ നടുവിൽ നടന്ന് നമുക്ക് വീട്ടിൽ ചില ചെയ്യുവാൻ വളരെ പ്രാർത്ഥനയിപ്പാൻ എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം ചിലത് നമുക്ക് വേണ്ടി ചെയ്യുവാൻ തൻ്റെ കൃപയുടെ മറവിൽ നമ്മെ മറയ്ക്കുക, തൻ്റെ തേജസ്സിനാൽ നമ്മെ പൊതിഞ്ഞ് നിർത്തിക്കൊള്ളുവാൻ കർത്താവെ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമെന്ന് വളരെ പ്രാർത്ഥനയിപ്പാൻ ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 35 പോകാം. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 35-ാം വാക്യത്തിലേക്ക് പോകാം. നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും വായിക്കാമോ വാക്യം? നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. യെശയ്യാവ് 42 പോകുമ്പോൾ ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ള പ്രസാദിക്കുന്ന എന്റെ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അവന്റെ ആത്മാവിനെ വെച്ചിരിക്കുകയാണ്. നല്ലതിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു എന്നുള്ള തന്നെയെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ആത്മാവ് നമ്മിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, തന്റെ സൗമ്യത നമ്മെ വലിയതാക്കുവാൻ അതെ നാം താണിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നാം എത്രത്തോളം ദൈവജനവും പ്രാർത്ഥനയുമായി ദൈവസ്ഥലത്ത് താണിരിക്കുമോ അത്രത്തോളം ദൈവത്തിന് നമ്മെ ഉയർത്തുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ എത്രത്തോളം ദൈവസ്ഥാനത്തിന് വേണ്ടി താണിരിക്കുമോ അത്രത്തോളം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങളേറെ തോന്നും. ഇത് പ്രാരംഭഘട്ടമാണ്. ഈ പ്രാരംഭഘട്ടവും മാറിപ്പോകും. നമുക്ക് ഒന്നാമത്തെ ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവം നടത്തുവാൻ വിളിച്ച 30 ലക്ഷം ജനത്തെ ഒരുമിച്ച് നടത്തിയ ഒരു മനുഷ്യനായിരുന്നു മോശ. മോശയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഉണങ്ങിയ വടിയാണ്. ശരിയല്ലേ? മോശ ആടിലേക്ക് ഉപയോഗിച്ച ഉണങ്ങിയ വടി. ആ വടിയെ ഒരു ദിവസം ദൈവം പറഞ്ഞു താഴെയിട്ടു. അത് സർവ്വം മോശ തിരിഞ്ഞു കൊടുക്കുകയാണ്. അത്രയും നാൾ താൻ കൊണ്ടുകിടന്ന വടിയെ ഇട്ടേച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ മർമ്മമുണ്ട്. അറിയാമോ? നമ്മൾ ചിലക്ക് ഇതുപോലെ ചുമന്ന് നടക്കുകയാണ്. എന്തോന്ന് ചിലതിനേക്ക് തീ കുടഞ്ഞു കളയണം. ഇതാണ് പൗലോസ് ചെയ്യുന്നത്. മനസ്സിലാക്കിയ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. തീ കുടഞ്ഞു കളയണം. എന്നാൽ മോശയുടെ കയ്യിൽ നിന്ന് വടിക്കകത്ത് അതൊന്നുമില്ല. മോശയുടെ വടി സർവമായി മാറി. ദൈവം പറഞ്ഞ വായൊന്ന് പിടിച്ച് അല്പസമയം കഴിഞ്ഞപ്പോ ദൈവം തിരിച്ചു പറയാണ്, നീ എന്റെ വടിയുടെ എടുത്തു. മോശ കയ്യിൽ നിന്ന് ഉറങ്ങിയ വടി ഇപ്പോ ദൈവത്തിന്റെ വടിയായി മാറി. ദൈവം പറഞ്ഞത് അനുസരിച്ച് ഹല്ലേലൂയ ചെയ്യുമ്പോ അതെല്ലാ വിഷയങ്ങളും ദൈവത്തിൻ്റെതായി മാറും. ഹലോ, നിങ്ങളുടെ ജീവിതത്തെ ഒരു വടിയായി കാണുക. നിങ്ങളുടെ ജീവിതത്തെ ഒരു വടിയായി അല്പസമയത്തേക്ക് ഒരു എക്സാമ്പിൾ പറയാം. മോശ കയ്യിൽ വടിയെ ഇടാൻ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത് അനുസരിച്ച് വീണ്ടും നിങ്ങൾ പറയാണ്, എനിക്ക് വേണ്ടി നീ പോ, ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞാൽ നമ്മൾ അല്പസമയത്തേക്ക് മോശയെ വഴിയെ ദൈവം പറഞ്ഞ സമയത്ത് ഇട്ടതുപോലെ നിങ്ങൾക്കൊന്ന് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയുമോ? ദൈവം നീ പറയുന്നത് ചെയ്യുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുമെന്ന് പറയുവാൻ കഴിയുമോ? അവിടെ ഒന്ന് ബലം പ്രാപിച്ച് എഴുന്നേൽക്കുവാൻ കർത്താവേ ഞാൻ എന്നെ തരികയാണെന്ന് പറയുവാൻ ചെയ്യുമോ? ഏതുവരെ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ കഴിയാതിരിക്കുന്നുവോ അതുവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിമിഷങ്ങൾ കഴിയും. നിമിഷങ്ങൾ കഴിയുമ്പോൾ സംഭവിക്കുന്നതായിരിക്കും. ഇപ്പൊ പറയുകയാണ് ദൈവത്തിന്റെ വടി എന്റെ വടിയോടെ എടുത്തു. അപ്പൊ മോശം തിരിച്ചു
ചോദിച്ചാൽ ദൈവം ഏത് വടിയാ? ദൈവം വീണ്ടും ആവർത്തിക്കുകയാണ്, ആ സർപ്പം വടിയായി തീർന്നു, വടി സർപ്പമായി തീർന്നു, അതെടുത്തു, അത് എന്റേതായിപ്പോ. മനസ്സിലായോ നിങ്ങൾക്ക്? കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നാം ഈ വടി സർപ്പം പോലെ എന്തൊക്കെ കൊത്താൻ വേണ്ടി നിന്നതല്ലേ? എന്ന് പക്ഷെ ഇപ്പൊ ആരെ വടിയായി തീർന്നിരിക്കുകയാണ് ഈ വടികളൊക്കെ? ഈ കൊത്താവുന്ന ആളുകളൊക്കെ ഇപ്പൊ ആരെ തീർന്നിരിക്കുകയാണ്? ഇതിനെയാണ് നിങ്ങൾ വായിച്ച സംഗീതത്തിൽ നിന്റെ സൗമ്യത എന്റെ വലിയവനാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായോ? ദൈവം പറഞ്ഞ വാക്കുകൾക്ക് മോശയെ വിധേയപ്പെടുത്തി കൊടുത്തപ്പോ മോശയുടെ ജീവിതം അനേകർക്ക് പ്രയോജനമുള്ള ഒന്നായിത്തീരും. ദൈവം പറഞ്ഞനുസരിച്ച് വടി താഴെയിട്ടപ്പോ അത് വടിയല്ല, ഒരത്ഭുതത്തിന്റെ അധികാരമായി മാറി. ഇതാണ് വിഷയം. നിങ്ങളുടെ ജീവിതം ചുമ്മാ അങ്ങളുടെ സംഗീതം പറയുന്ന സൗമ്യത വലിയവനാക്കിയെന്ന് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് ഉപയോഗപ്പെടൂ. ഞാൻ പണ്ട് പറഞ്ഞ കാര്യത്തെ ഈ പറയണം ആഗ്രഹിക്കുകയാണ്. ഒരാഴ്ച വട്ടക്കാലം നമ്മൾ പുറലോകത്ത് സഞ്ചരിക്കുകയാണ്. ഈ വടിയും അധികാരമെല്ലാം ഈ ചാടി കൊത്താൻ വരുന്ന സർപ്പത്തെ പോലെ നമ്മൾ ഈ ലോകത്തിലായിരുന്നു. ഒരാഴ്ച, ഒരു ദിവസമോ 2 ദിവസമോ ഇതിനെ സൗമ്യത വടിയാക്കിക്കൊണ്ടെന്ന് പറയുകയാണ്. നിന്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിച്ചോന്ന് പറഞ്ഞ് അല്പസമയം കൊടുക്കും. പക്ഷെ വീണ്ടും ഇവിടേക്ക് നമ്മൾ പോകുന്നേ ലോകത്തിലേക്കാണ്. അപ്പൊ വീണ്ടും ഈ വടിയാലായിട്ട് മാറും. ഞാൻ അവിടെ നിർത്തുകയാണ്. ഞാൻ ഇനി അങ്ങോട്ട് കിടന്നാൽ നിങ്ങൾക്ക് സങ്കടം പുറത്തു. ഫിലിപ്പിയാലേഖനം 2-ാം അധ്യായം 9, 10, 11 വാക്യത്തിലേക്കാണ്. ഫിലിപ്പിയാലേഖനം 2-ാം അധ്യായം അതിന്റെ 9, 10, 11 വാക്യത്തിലേക്ക് പോകാം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. നമുക്ക് ദൈവസ്ഥലം താഴ്ത്തി കൊടുത്ത യേശുവിനെ ദൈവം ഏറ്റവും ഉയർത്തി. അപ്പൊ ദൈവസ്ഥലം താഴ്ത്തി കൊടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഉയർത്തുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. ഏൽപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ പുത്രൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നാം യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ. എന്താ പറഞ്ഞത്? അല്പസമയം മോശം വടി ദൈവം പറഞ്ഞ വിഷയത്തിൽ നമുക്ക് കൊടുത്തു. നമ്മളിപ്പോ ഏതൊരു അല്പസമയത്തേക്കല്ല, സഭ എടുക്കപ്പെടുന്നവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഈ വടിയാവുന്ന എന്നെയും നിങ്ങളെ കൊടുത്താൽ ദൈവം ഇതെപ്പോഴും പ്രയോജന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മെ അവന്റെ കൊടുത്തേ മതിയാകത്തുള്ളൂ. ഇതേ അധ്യായം നിങ്ങളിപ്പോ വായിച്ച അധ്യായം 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഒരു 3 മർമ്മം അവിടെ കിടപ്പുണ്ട്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ശ്രദ്ധിക്കണേ, ക്രിസ്തു യേശു ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഈ കഴിവുകളെ പിടിച്ചു ഞാൻ ഇന്നാരാ എന്ന് പറഞ്ഞ് നമ്മുടേതായ സ്വാർത്ഥരായിരുന്നാൽ ഒരിക്കലും ദൈവത്തിന്റെ കരങ്ങളിൽ ഈ പരിപാടി നടക്കത്തില്ല. എന്തോ എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതൊന്നും പറയുന്നത് കരുതി വന്നതല്ല. പക്ഷെ പരിശുദ്ധവിടെ കൊണ്ടുപോകാൻ എനിക്ക് വലിയ മനസ്സിലായി എന്തോ ഒരു കാര്യം ഉണ്ട്. എന്നാൽ ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ യേശു പറയണം ദാസരൂപം എടുത്തു. ദൈവത്തോടുള്ള സമത്വം പറഞ്ഞാൽ ദൈവമായിരിക്കുക പുത്രൻ. ആ സമത്വം മുറുകെ പിടിക്കാതെ ദാസനായി മനുഷ്യന് വേണ്ടി മനുഷ്യ വേഷം ധരിച്ച് ദാസനായി ലോകത്തിലേക്ക് വന്നു. എല്ലാരെക്കാളും ഹീനമായ ഒരു ജനനാനുഭവം, ഒരു വളർന്ന അനുഭവം. എവിടെ പോയാലും തച്ചന്റെ മോനല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു അനുഭവം. നിന്റെ സഹോദരന്മാർ ഇന്നാലല്ലേ, നിന്റെ സഹോദരിമാർ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് യേശുവിനെ മാറ്റി നിർത്തുന്ന അനുഭവം.
എല്ലാവരും ത്യജിക്കപ്പെടുന്ന അനുഭവം. അതാ ബസാപാത്രമായിരിക്കും യെശയ്യാ 53 പറഞ്ഞത്. വേദനകൾ മാത്രം കടിച്ചമർത്തിയ ഒരു കാലഘട്ടം. പ്രശ്നങ്ങൾ മാത്രം അഭിമുഖീകരിച്ചൊരു കാലഘട്ടം. എന്തിനാ യേശു ഇങ്ങനെ ദാസന് കൊടുക്കേണ്ട വന്നത്? അതിന്റെ ആവശ്യമില്ല. ചില പറയും, പൗലോസ് പറയും, എനിക്ക് തന്നെ ആവശ്യമില്ല, പക്ഷേ കുറെ രക്ഷിക്കപ്പെടണമെന്ന് വെച്ച് ഞാൻ ഇതൊക്കെ സഹിക്കുക. ചിലർ അനുഗ്രഹിക്കപ്പെടണമെന്ന് വിചാരിച്ച് ഞാൻ സഹിക്കുക. ചിലർക്ക് വേണ്ടി ഞാൻ ഒരു പാനീയയാഗമായി തീരുകയാണ്. പൗലോസ് നിനക്ക് എന്താ പ്രയോജനം? ഇവിടെ കുറച്ച് നിന്നെയും കഷ്ടപ്പാട് തല്ലും ശരീരമൊക്കെ ഇങ്ങനെ വളർന്നു കഴിഞ്ഞ ജീവിതമൊക്കെ ആണെങ്കിലും എനിക്ക് ഒരു പ്രത്യാശ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും ലഭിക്കത്തില്ല, പക്ഷേ ഞാൻ അവിടെ പോയി പ്രൈസുവാണ്. അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, എടോ നീ ഇതുവരെ സേവിച്ച ദൈവം നിനക്കൊന്നും തന്നില്ലല്ലേ? ആരെങ്കിലും ചോദിച്ചു. ഇതെന്റെ ഭാവനയാണ്. ഹല്ലേലൂയ. അപ്പോ പൗലോസ് തിരിഞ്ഞു നോക്കി പറഞ്ഞത്, നല്ല ആരോഗ്യമുള്ളപ്പോ ഒരു പ്രാവശ്യം അടിവെട്ട് മൂട്ടി വീണ് 3 ദിവസം കാഴ്ചയില്ലാത്തതായിരുന്നു. അവിടെ മുഴുവൻ കൈവച്ച് പ്രാർത്ഥിച്ചു പറയും, ശൗര്യ സഹോദര കാഴ്ച പ്രാപിക്കാൻ പറഞ്ഞ അന്യാസ്. കുറെ ദർശനവും വെളിപ്പാടും ഉണ്ടായി. ഞാൻ അനുസരിച്ചത്. ഈ കഷ്ടപ്പാടും വേദനയ്ക്ക് അകത്തുന്നപ്പോ എപ്പോഴെങ്കിലും ലോകത്തിന്റെ പുറം ഞാൻ പറഞ്ഞില്ലേ, ഈ പടിയായ ഒരാള് പണിയിട്ടപ്പോ സർപ്പാനം ഈ സാധനം എന്ന് പറഞ്ഞാണ്, നിനക്ക് വേറെ ഒരു പണിയില്ല. നീ റോമാക്കാരാ ജനിച്ചതല്ലേ, നീ എന്ത് അന്തസ്സോടെ നേരത്തെ ജീവിച്ച് ആരെങ്കിലും നിനക്ക് ഒരു വാക്ക് പറഞ്ഞാൽ നീ അവരോട് പൊരുതുവാൻ നിയമത്തിന്റെ അധികാരത്തിന്റെ കയ്യിലായിരുന്നു. ഇതിനൊക്കെ ന്യായീകരിക്കാൻ പിന്നെ പൗലോസ് ഈ ദാസനായി മാറിയത്. ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ച് പഠിക്കുന്ന വശികായെ നീ എന്തിനായി ദാസനം എടുത്തത്? നീ ആരാ? പറ. നീ വസ്തു ദൈവത്തോടോ? അതെ എന്ന് പറയും. അങ്കിയെ പിടിച്ച് കീറുകയാണ് വലിച്ച്. അങ്കിക്കായി ചീട്ടുകയാണ്, പരിഹസിക്കുകയാണ്. സമാധാനത്തിന്റെ രാജാവ് പറഞ്ഞ അട്ടഹസിക്കുകയാണ് ലോകം. ദൈവമല്ലേ, ഇവിടെയാണ് നീ തിരിച്ചറിയേണ്ടത്. ഇതെല്ലാം നിന്റെ നേരെയും വരുന്നുവെങ്കിൽ ഈ പരിഹാസമൊക്കെ നിന്റെ പുറത്ത് ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ ഒന്നിനു പുറകെ ഒന്നാ വരുന്നവർ ഓർക്കണം. നീ എന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിൽ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്ന് നിന്നെ താഴ്ത്തി ഒരു ദാസനാക്കി മാറ്റിയത് നിന്റെ ശിരസിന്മേൽ കീഴമണിയുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനാണ് യോസേഫ് പറഞ്ഞത്, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. എങ്ങനെ യോസേഫേ നിന്നെ സൗമ്യത വലിയവനാക്കിയത്? എന്റെ ചേട്ടന്മാരെല്ലാം എന്നെ പിടിച്ചു കെട്ടി നേരെ പട്ടണത്തിനകത്തു. സന്നായവും സാമ്പ്രാണി വിൽക്കുന്നവർക്ക് 20 വെള്ളിക്കാശ് ലഭിച്ചു. അവരുടെ ബോധ്യപ്പെട്ട വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി. ഞാൻ അവിടെ ഒരു അടിമയായി കുറച്ചു കാലം ജീവിച്ചു. ആ ജീവിത നാളുകളിൽ എനിക്കൊന്നും പറയാനില്ലായിരുന്നു. അവിടുത്തെ എല്ലാ ഊഴിയവേലയും ഞാൻ ചെയ്ത് സഹിക്കേണ്ടി വന്നു. കരയാൻ വിധിക്കപ്പെട്ട ഒരു വസ്ത്രപാത്രം മാത്രമായിരുന്നു. ഞാനിത് സഹിക്കേണ്ടവരായിരുന്നു. എന്റെ അപ്പൻ എനിക്ക് തച്ചുകൊണ്ട് നല്ല അങ്കിയുണ്ടായിരുന്നു. അവരത് ഊരിയെടുത്തു, എന്നെ ഒരു മനുഷ്യൻ കോലമാക്കി. നിന്ദകൾ മാത്രം കേൾക്കുന്ന ഒരു അടിമയെ പോലെ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാൻ എന്തിനാണ് വിധിയെന്ന് എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചു കാണും. ആരോ എന്തൊക്കെയോ വ്യസനങ്ങൾ ഇങ്ങനെ കടിച്ചമർത്തി ഉടഞ്ഞു പോകുന്നതായി ആത്മാവ്. അതുകൊണ്ട് എനിക്ക് അതിനെ പോയേ പറ്റുന്നു. യോസേഫിനോട് ചോദിച്ചു, അപ്പ ഏറ്റവും അനിച്ചവനല്ലേ, കുടുംബത്തിലെ ഇഷ്ടപുത്രനല്ലേ, എന്തിനാ ഇത്രയും പ്രശ്നങ്ങൾ? പോലെങ്കിൽ ഇസ്രായേൽ എന്ന വാക്തത്വം കേട്ട അപ്പന്റെ മക്കളെ ഭയങ്കര ഗമയും.
അങ്ങനെ ഒത്തിരി യോഗ പറയാനുള്ള ഒരാളായിരുന്നു യോസേഫ്. ഒന്നും പറയാൻ പറ്റുന്നില്ല. നെടുനീർപ്പുകളുടെ, നിരാശയുടെ, നിരാശപ്പെടുത്തലുടെ കൂമ്പാരം മാത്രം ഈ യോസേഫിലേക്ക് വന്നു നോക്കുകയാണ്. എന്തിനാ ഞാൻ ഇത്രയും ഇങ്ങനെ കടന്ന് അനുഭവിക്കേണ്ടത്? പക്ഷേ ഒരു ഭാഗത്ത് എല്ലാം അവൻ പുറമെ അനുഭവിക്കുമ്പോൾ ഇവന്റെ അകത്തളത്ത് സർവ ആശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവ് പറയാണ്, യോസേഫേ, നീ അധൈര്യപ്പെട്ടു പോകരുത്. യോസേഫേ, ഭയപ്പെടണ്ട കേട്ടോ, ഞാൻ കൂടെയുണ്ട്. ചില പറയാറില്ലേ, ഇത് ഞാൻ കുറെ കാലം കൊണ്ട് കേൾക്കുന്നതാ, ഈ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടതൊക്കെ പറയുന്നത്. ഇതൊക്കെ ആളുകൾ പറയുന്ന പരിപാടിയാണ്. പക്ഷേ നമ്മുടെ ജീവിതം ഇങ്ങനെയെല്ലാം ആയല്ലോ എന്ന് പറഞ്ഞ് അവർ വ്യാകുലതകൾ മാത്രം അവസാനം അനുഭവിക്കുകയാണ്. യോസേഫേ, ഞാൻ പറയും, നിന്റെ വേദനയ്ക്ക്, നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അത് ലോകത്താലല്ല. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ജീവൻ വെച്ച ഞാൻ നിമിത്തം നിനക്ക് ചെയ്യാൻ കഴിയും. അമ്മ യോസേഫ് പറഞ്ഞതാണ്, ഇതെന്തോന്ന് ശബ്ദം? ഞാൻ എത്ര സ്വപ്നങ്ങൾ കണ്ടതാ. സൂര്യൻ, ചന്ദ്രനും നക്ഷത്രങ്ങളും നമസ്കരിക്കുന്നത് കണ്ടതല്ലേ? ഞാൻ ആ തലത്തിൽ നിൽക്കേണ്ടവനല്ലേ? എന്തിനായി അടിമപ്പണിയിലേക്ക് വന്നിരിക്കുന്നത്? ഒരടിമനെ പോലെ പണിയെടുക്കുന്ന യോസേഫ്. അതും പോട്ടെ, എല്ലാ ജോലിയും ചെയ്യുവാനാണ് ഏൽപ്പിച്ചു, അതെല്ലാം വിശ്വസത്തോടെ ചെയ്യുന്നു. പക്ഷേ അതിന്റെ നടുവിൽ മാന്യമായി ജീവിക്കുവാൻ, മാന്യത കൊടുക്കുവാൻ കഴിയാത്ത ലോകം അവന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ കയറുകയാണ്. അത് വിട്ട് ഓടി രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് സ്തോത്രം ഓടിയിട്ടും വിട്ടില്ല. ഒരു തുണിക്കഷ്ണവും 2 കള്ളസാക്ഷികളെ കാരാഗ്രഹം കൊടുത്തു. നമുക്ക് ചോദിക്കാം, യോസേഫേ, നല്ല പണി വ്യാപാരമാണ്. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? നിശ്ചയമായും ചോദിച്ചു. പുറത്തുള്ള ആരും ചോദിച്ചില്ലെങ്കിൽ മാത്രമല്ല, കാരാഗ്രഹത്തുള്ള കുറേ പേര് ഇവരെ കൂടെ കൂടെ കാണുമ്പോൾ ഹാസ്യമായി ചിരിച്ച് ചില കണ്ടില്ലേ, നേരത്തെ ഇങ്ങനെയാ ആത്മാവിൽ ആരാധന പോലും ഇപ്പൊ കരഞ്ഞാൽ നടക്കി. ഇവിടെ നിനക്ക് നല്ലൊരു ജീവിതമല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചാടി ഇറങ്ങി ആരാധനയ്ക്ക് ഇറങ്ങിയത്? ഇതല്ലേ കുഴപ്പമായത്? നീ എന്തിനാ ഈ സ്വപ്നമൊക്കെ പറയാൻ പോയത്? അല്ലേ കുഴപ്പമായത്? നീ സ്വപ്നം പറയാനെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിനക്ക് ജീവിക്കാറുണ്ടല്ലോ. നീ വാഴ്ത്തുന്ന പറയുമ്പോ എങ്ങനെയാ? നീ അനുഗ്രഹത്തിന്റെ ശബ്ദത്തിന്റെ അകത്ത് പുറത്തു വരുമ്പോ, നിന്നുള്ള വിളിയെ കുറിച്ച് പുറത്തു വരുമ്പോ എങ്ങനെയാ? ശരി, വേദനയാ. യോസേഫ് എഴുതിപ്പെട്ടുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞു അതിനകത്തുള്ളവർ വന്നിട്ടാണ്, എന്താണ് നിന്റെ മോഹം ഇങ്ങനെ വല്ലാണ്ട് വരണ്ടേ മാടിയൊക്കെ ഇരിക്കുന്നേ? യോസേഫ് ചോദിക്കുമ്പോ, യോസേഫ് ഇതെല്ലാം പുറത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ യോസേഫിന് അകത്ത് പ്രശ്നമില്ല. നിങ്ങളൊക്കെ എപ്പോഴും ചിരിച്ചാണ്. ആ പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന ആളുകൾക്ക് പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഒന്ന് പ്രഷർ അടിച്ചാണ്, അകത്ത് സകല ബുദ്ധിയും കവിയുന്ന സമാധാനമുള്ള ഒരാളുണ്ട്. ഞാൻ കഴിച്ച പറഞ്ഞില്ലേ, കവിക്കെഴുതുന്ന തോട് പോലെ, നദി പോലെ സമാധാനം നീട്ടിക്കൊടുക്കുന്ന ആള് ഈ മനുഷ്യന്റെ അകത്തുണ്ട്. ആരുടെ അകത്ത്? യോസേഫിന്റെ അകത്തുണ്ട്. യോസേഫിന്റെ അകത്തെയാണ് ഇരിക്കുന്ന കാരണത്താൽ വിട്ടുപോയിട്ടില്ലല്ലോ. വിട്ടുപോകണമെങ്കിൽ പാപം ചെയ്യണം. അതാണ് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇന്ന് വരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നില്ല. അപ്പോ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്നാൽ ഈ നദി പോലെ ഈ സമാധാനം അകത്തുറങ്ങുന്ന കാരണത്താൽ അകത്തൊരു പ്രശ്നം, ടെൻഷനൊന്നുമില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? അത് ഞങ്ങൾ സ്വപ്നം കണ്ടു. ഓഹോ, അത് ശരി. 3 കൊട്ടയിൽ അപ്പം ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? മേലത്തെ കൊട്ടയിൽ അപ്പത്തി മതി എന്നറിയാമോ? കാക്ക കൊത്തി 3 കൊട്ട 3 ദിവസം. 3-ാം ദിവസം കാക്ക കൊത്തിക്കൊണ്ടുപോയതിന്റെ ശരീരം കാക്കയ്ക്ക് കൊത്തുവാൻ മരത്തിനെ തൂക്കും. ഓഹോ, വല്ലാണ്ട് വേദനിച്ചിരിക്കുക. ഇവന്റെ ഉള്ളം പണങ്ങിയ 3 ദിവസമേ തന്റെ ജീവിതത്തിൽ നീ ആയുസ്. അത് കേട്ട് നിന്ന് എന്തായാലും വരുമ്പോലെ വരട്ടെ.
പറഞ്ഞു, ഓ ഇങ്ങനെയാ കാര്യം, അത് ശരി, അത് 3 ദിവസമാ. പക്ഷേ നീ മുന്തിരിവള്ളി ഒഴിഞ്ഞ് പിന്നെയും നിന്റെ രാജാവിനെ ചേർത്തുകൊള്ളാൻ പോവുകയാണ്. നീ അവന് പാനപാത്രമായി മാറാൻ പോവുകയാണ്. ഇത് കേട്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടം. 3 ദിവസം കൊണ്ട് രണ്ടിലൊന്ന് എന്തെങ്കിലും അറിയാം. അങ്ങനെ ചിലരെ ആൾ ഇങ്ങനെ കാത്തിരിക്കും. 3 ദിവസമല്ലേ പറഞ്ഞു, ഈ 3 ദിവസം കൊണ്ട് നമുക്ക് രണ്ടിലൊന്ന് അറിയാം. അങ്ങനെ രണ്ടിലൊന്ന് അറിഞ്ഞു. ഒരുവൻ അപ്പക്കാരനെ തൂക്കിക്കൊന്നു, പാനപാത്രം അവനെ ചേർത്തു. അപ്പോൾ ഈ യോസേപ്പേ, നിനക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകാ? അപ്പോഴും നമ്മുടെ ജീവിതകാലാഗ്രഹമല്ലേ. അപ്പോഴും യോസേപ്പിന്റെ ജീവിതം വേറെ തന്നെ, മാറ്റമൊന്നുമില്ല. പിന്നെ എന്തിനാ യോസേപ്പേ ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ഇങ്ങനെ വന്നു കയറുമ്പോഴും നീ എപ്പോഴും ഈ പ്രാർത്ഥന യോസേപ്പിന് പറയാൻ അപ്പോഴൊന്നും പറ്റിയില്ല. എന്റെ മോനെ പറയാണ്, എനിക്കൊരു സമയം വരുന്നുണ്ട്. ഞാൻ കണ്ട ഒരു സ്വപ്നം ഉണ്ടെന്നേ. എനിക്ക് സ്വപ്നം തന്നതേ വഴിപോക്കനല്ല, മന്ത്രിയല്ല, MLA അല്ല. എനിക്ക് സ്വപ്നം രാജാവാണ്. മഹിമകൾ വെടിഞ്ഞിറങ്ങി വന്നവനാണ്. അതുകൊണ്ട് നിറവേറാൻ ഞാൻ കാത്തിരിക്കുകയാണ്. മണിക്കൂറുകൾ പറഞ്ഞു കഴിഞ്ഞ് 3-ാം ദിവസം വന്നു. യോസേപ്പ് പറഞ്ഞോട് സംഭവിച്ചു. വളരെ സന്തോഷം. പാനപാത്രക്കാരനോട് പറഞ്ഞു വിട്ടു, എന്നെ കൂടി ഒന്ന് ഓർക്കണേ, ഞാനൊരു തെറ്റും ചെയ്യാതെ കിടക്കുകയാണ്. നിനക്കിതൊക്കെ നിറവേറി വരുമ്പോൾ, നിനക്ക് സന്തോഷം ഉണ്ടാകുമ്പോ നീ ഒന്ന് ഓർക്ക്. 3-ാം ദിവസം ചേർത്തുകൊള്ളുകയല്ലേ, നീ ഒന്ന് ഓർക്കണം. അവർ മറന്നുപോയി. നിങ്ങൾ ആരോട് പറഞ്ഞാൽ നിങ്ങളുടെ ഉയർച്ചയുടെ ഒരു സമയം വരുന്നവരെ എല്ലാവരും പറഞ്ഞു. ഹലോ, നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവരും പറഞ്ഞു. പക്ഷെ യോസേപ്പിന്റെ ഉയർച്ച സമയമായി. ഇപ്പോൾ ഒരു സ്വപ്നം ഫറവോൻ കാണുകയാണ്. നാളുകൾ വർഷങ്ങൾക്ക് അത് കഴിഞ്ഞു. ഇപ്പോഴും യോസേപ്പോട് തന്നെ കിടക്കുക. എവിടെ? കാരാഗ്രഹത്തിൽ. ഈ സമയത്ത് ഫറവോന്റെ ഹൃദയം വ്യസനിക്കുകയും മുഖം വാടുകയും ആരാലും പരിഹരിക്കപ്പെടാത്ത വിഷയമൊന്നും മുന്നിൽ വന്നപ്പോ അറിയാതെ മാത്രം പറഞ്ഞു. പിന്നെ ഈ സ്വപ്നവും അർത്ഥവും ഈ ആഖ്യവും എന്നൊക്കെ പറയുന്നതേ അതിന് ഏറ്റവും ബെറ്ററായ ഒരാളുണ്ട് കേട്ടോ. ഇന്നവരെ വർഷങ്ങളായിട്ട് ഒരു മനുഷ്യൻ വേണ്ടിയിട്ടില്ല. അനുഭവിക്കേണ്ടല്ല യോസേപ്പ് അനുഭവിച്ച് തീർത്തിരിക്കുകയാണ്. കാരാഗ്രഹവാസം. ഈ ചില ആളുകൾ പാടില്ലേ, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, സുരേന്ദ്രൻ എന്നാ പുള്ളിയുടെ പേര്. പുള്ളിക്കാരി പാടും, നരകവാസം ഇങ്ങനെയോ ഞാനറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. പുള്ളി അനുഭവിക്കണമെല്ലാം അനുഭവിച്ചു തീർന്നുകൊണ്ടിരിക്കുക. ചില പറയാറില്ലേ, ഓ എന്ത് പറയാനാണ്. നരകത്തിൽ പോണ ആളുകളുടെ ആത്മാവിന്റെ വില മനസ്സിലാക്കണം. മതി നമ്മളത് കുറച്ച് നമ്മുടെ ശരീരം അനുഭവിച്ചാലേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അംഗീകരിക്കുന്ന പ്രയാസം കാണും. അതെങ്ങനെയാ സാറേ? കഴിഞ്ഞ ദിവസം ഉച്ചയാകുമ്പോ എന്റെ കൈ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇലക്ട്രിക് ഷോക്ക് അടിച്ചു. കൈ ഇങ്ങനെ തിരിഞ്ഞു. വിരൽ ദൂരത്തില്ല, കൈ ശരിയാകത്തില്ല. ഇവിടെ മസിലെല്ലാം കൂടി ഇവിടെ വന്നിട്ട് ഇവിടെ 2 എല്ല് ഇങ്ങനെ ഉണ്ടെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അകത്ത് കയറി ഇങ്ങനെ വളർന്നു. അപ്പൊ ഞാൻ ചോദിക്കുക, കർത്താവേ ഇതെന്താ ഇങ്ങനെയായി പോയി? തനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കർത്താവ് സ്വന്തം പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എല്ലാം പോരാട്ടവും പ്രതിബന്ധവും അടിയോട്ടെ. കർത്താവ് പറഞ്ഞ അതിന് നീ പ്രാർത്ഥിക്കണം. എന്റെ ഉള്ളിൽ പ്രാർത്ഥനയ്ക്ക് പ്രേരണ ശ്രദ്ധിച്ചേക്കണേ. നമ്മളിത് ഈ നരകത്തിൽ പോകുന്ന ആളുകൾക്കുള്ള വേദനയെ കൂടെ നമ്മൾ അനുഭവിക്കണമെന്നില്ലേ? അത് യോസേപ്പ് അനുഭവിച്ചേ പറ്റും. സൗമ്യത വഴികളാക്കുന്നവരില്ലേ, ചിലർക്ക് അനുഭവിച്ച പറ്റത്തുള്ളൂ. നമുക്ക് വേണ്ടി അല്ലാതെ കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. നല്ല രസമായ കാര്യം. അപ്പൊ നിമിഷം കഴിഞ്ഞ് പോകുന്ന പെട്ടെന്ന് ഒരൊറ്റ അടിയടിക്കും പോലെ തോന്നി. ഇതിനകത്തുള്ളൊരു വേദന വന്നു. മസിൽ ദൂരത്തില്ല, കൈ വയ്ക്കാൻ പറ്റത്തില്ല. വീണ്ടും ഞാൻ ചോദിക്കാൻ, കർത്താവേ എനിക്കുള്ള വെളിപ്പാട് ദർശനം വലിയതാണ്. ഇതൊന്നും എന്റെ ശരിക്കും വരേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷെ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. കൈയൊക്കെ എങ്ങനെയായി പോയി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ സ്വന്തമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പുറത്തായത് ഞാൻ വീട്ടിൽ നിന്ന്.
വീടിനകത്ത് കയറി ഞാൻ ചെയറിൽ പോയി ഇരുന്നു. പെട്ടെന്ന് അതേ പ്രശ്നം കാലുണ്ടായി. മസിൽ നമ്മൾ വലിച്ച മുകളിൽ കയറി കാല് മടക്കിലേക്ക് എത്തി. ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ ഈ പ്രശ്നമെല്ലാം ഉണ്ടായപ്പോ. കൊള്ളാം, നല്ല പണിയാണ്. എനിക്ക് തോന്നി കുറച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഭൂമിയുടെ പരപ്പിൽ ഏത് വ്യക്തിയാണ് യോഗം അനുവദിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സൗഖ്യമാണ്. എന്റെ ഒറ്റ പ്രാർത്ഥന ഒരു 3 മിനിറ്റ് പ്രാർത്ഥനയോ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെട്ടു. പക്ഷെ എങ്കിലും ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇടവിട്ട് കയ്യിൽ ഇത് വരുന്നുണ്ട്. ചിലപ്പോൾ വഴുതിയിൽ വരും, ചിലപ്പോൾ വഴുതിയിൽ വരും, ചിലപ്പോൾ ശരീരത്തിൽ വരും. ഞാൻ കൂടെ സ്വന്തമായിട്ട് കർത്താവ് കാര്യമൊക്കെ ശരിയാ, എനിക്കറിയാം എന്നെ അതിനെ കാത്തിട്ട് കഴിഞ്ഞാൽ സ്തോത്രം ആരെങ്കിലും സൗഖ്യമാകാനുള്ള പരിപാടിക്കാണ് ചെയ്തെനിക്കറിയാം. പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ കൊണ്ടുപോകണം, അല്ലെ അവരെ കൊണ്ടുവരണം. ഇങ്ങനെ പ്രാർത്ഥിച്ചു പറയായിരുന്നു. കഴിഞ്ഞ രാത്രി വരെ ചുരുക്കി പറയട്ടെ, കഴിഞ്ഞ രാത്രി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. മീറ്റിംഗ് ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഫേമിലി മുമ്പോട്ട് വരുമ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പറ. കഴിഞ്ഞ നിമിഷം കൈ മടങ്ങിയില്ലേ? ഇതേ അനുമതി മടങ്ങിയ മനുഷ്യനാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. കാല് പിടിച്ചില്ലേ? അതേ മനുഷ്യനാണ് വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇന്ന പ്രശ്നങ്ങളാണ് വന്നത്? ഭാര്യയുടെ കണ്ണൊക്കെ പറഞ്ഞു. ആ സഹോദരൻ വല്ലാണ്ട് നിൽക്കുകയാണ്. അതേ ഈ പ്രശ്നം അവരിങ്ങോട്ട് പറഞ്ഞതല്ല, ഞാൻ അങ്ങോട്ട് പറയാ പ്രശ്നം. മനസ്സിലായോ? അപ്പൊ എന്തിനാ അല്പസമയം തരുന്നേ? എന്തിനാ സ്വപ്നക്കാരനാക്കി മാറ്റിയേ? എന്തിനാ അല്പസമയം താണ്ടിക്കുവാൻ പറഞ്ഞത്? എന്തിനാ അഭിഷേകം നിന്റെ അകത്ത് വെച്ചത്? പുറത്ത് പ്രശ്നങ്ങൾ വരുമ്പോ ഈ പ്രശ്നങ്ങൾ നോക്കിയിട്ട് നീ കരയാനല്ല, പുറത്ത് നിന്റെ ശരീരത്തിന്റെ പുറത്ത് നിന്റെ ശരീരത്തിൽ നീ പ്രശ്നം അനുഭവിക്കുമ്പോൾ നിന്റെ അകത്തിരിക്കുന്ന ആത്മമനുഷ്യനുണ്ടല്ലോ, അതിൽ ബലം പ്രാപിക്കാതെ ഞാൻ കാണാമായിരുന്നു. എന്റെ കലാ മനുഷ്യന്റെ മേൽ വെക്കുമ്പോ ഒരു വൈദ്യുതി പാസ് പിടിക്കുന്ന പോലെ ആത്മാവിന്റെ തീയിറങ്ങി പിടിക്കുന്നതിനെ കാണാമായിരുന്നു. ഞാൻ പറഞ്ഞത് പൂർണ്ണമായി സൗഖ്യമാണ്. കാരണം മണിക്കൂറുകൾക്ക് മുമ്പ് കർത്താവിനെ ഉറപ്പിച്ചിരിക്കുന്ന വിഷയത്തെ. ഇതിനകം ചില വേദനകളൊന്നും നിങ്ങൾ അനുഭവിക്കേണ്ടതല്ല, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടതല്ല. പിന്നെ എന്തിനാ നമുക്കിത് വന്നത്? എന്തുകൊണ്ട് എനിക്കിത് വന്നു? ചില ചോദിക്കും, എന്തിനാണ് എനിക്കിത് വെച്ചു? ചില ചോദിക്കും, എന്തിനാ കർത്താവ് എനിക്ക് ഗതി തന്നു? ഇങ്ങനെ മണ്ടത്തറ പിടിച്ച വാക്കുകളൊന്നും നിങ്ങൾ പറയരുത്. ഉള്ളത് ഞാൻ പറയുന്നു. ആ സമയം ചോദിക്കണം, കർത്താവേ, ഈ സമയത്ത് എന്തിനാ എനിക്ക് വേദന വരാൻ കാരണം? ഞാൻ നിന്റെ മകനാണ്, ഞാൻ നിന്റെ മകളാണ്. പ്രിയ മക്കളുടെ പലകയെ വന്നിരിക്കുകയാണ്. നിന്റെ വചനത്തിന് വിരോധമായ ഒന്നും എന്റെ ജീവിതത്തിലില്ല. അപ്പോ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. ഹലോ ഹലോ. അപ്പൊ മനസ്സിലായത് ആരൊക്കെയോ കർത്താവ് തൊടാൻ വേണ്ടി ആ വേദന എനിക്ക് തന്ന്, ആ വിഷയം എനിക്ക് തന്ന്, എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അവനെ കെട്ടഴിക്കുവാൻ അധികാരത്തിലേക്ക് നയിക്കുകയാണ്. മനസ്സിലാവുന്നത് നമുക്ക്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ ചില പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മുടെ എന്തിനാ അനേകരെ പോഷിപ്പിക്കുവാനൊക്കെ വേണം. യോസേഫിനെ അല്പകാലം കൊണ്ട് കൈകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വായിച്ച ഫിലിപ്പിയ ലേഖനത്തിൽ യേശുവിനെ ദാസരൂപപ്പെടുത്തല്ലേ പറഞ്ഞത്? ദാസരൂപമെടുത്ത് 30 വയസ്സ് വരെ തമ്പുരാൻ എന്തിനാ ഈ പിതാവായ ദൈവം എന്തിനാ ഈ നിലയിലിട്ട് ഭാരപ്പെടുന്നത്? നമുക്ക് ചോദിക്കാം. കർത്താവേ, മറ്റാർക്കുമില്ലാത്ത പ്രശ്നം ജനിച്ചു വീണത് ഒരു വലിയ വേദനയുണ്ട്. അമ്മ പറഞ്ഞ് കേട്ട് കാണി കുഞ്ഞ് ഒരു അല്പം വളർന്നപ്പോ ഒരു ഓട്ടോ നസ്രയത്തിലേക്ക്. അപ്പോഴും ഒരു സ്വസ്ഥതയില്ല. വളർത്തുന്ന അമ്മയ്ക്ക് മോനൊരു സ്വസ്ഥതയില്ല. കാരണം എപ്പോ കിട്ടിയാലും കൊണ്ടുകളയും. ഒളിച്ചു പാർപ്പിച്ചിരിക്കുകയാണ്. ചിലതിലേക്ക് ഇതുപോലെ ഒളിച്ചു പാർപ്പിച്ചും അല്ലാതെ. മോശേ, എന്തിനാണ് ഇത്രയും പ്രശ്നം? എനിക്കറിയത്തില്ല. ഞാൻ ജനിച്ചപ്പോ എന്തിനാണ് ആളുകൾ ഇങ്ങനെ 2 വയസ്സാണെല്ലാം കൊന്ന് എല്ലാ പിള്ളേരെയും കൊന്നതെന്ന്. നിന്റെ മേലൊരു വിളിയുണ്ടെങ്കിൽ, നിന്റെ മേലൊരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ, നിന്റെ മേലൊരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ നിന്നെ ചിലർ കടത്തിവിടും. ഒരു മാറ്റം. അതിനാണ് ബൈബിൾ പറയുന്നത്, നമുക്കും ഒരു സാക്ഷിയുടെ സമൂഹമുണ്ട്. അവരെ നോക്കി പഠിച്ചാൽ മനസ്സിലാകും. നമുക്ക് മുമ്പിൽ ഓടിയവർക്കും ജീവിച്ചവർക്കെല്ലാം
ഈ കട്ടറിയും ശോധനയും ഉണ്ടായിരുന്നു എന്ന്, ഈ പരിശോധന ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ അതിന്റെ നടുവിൽ അവർ പതറിപ്പോയില്ല, അവർ ഇടതുപോകാൻ അനുവദിച്ചില്ല. ഹല്ലേലൂയ. അവരുടെ ജീവിതം തകർന്നടിഞ്ഞതല്ല, അവരെല്ലാം പിതാവിന്റെ സന്നിധിയിലുണ്ട്. അവരെ നോക്കി പറയാൻ ഒരു സാക്ഷിയുടെ സമൂഹം നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഞാൻ നല്ലപോലെ പൊരുതു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നിങ്ങളുടെ സ്നേഹത്തിനായി രക്ഷിക്കുകയെ വെറുതെ അല്ല. നമുക്ക് ഒരപ്പൻ നല്ല പൂജാരി, കുടുംബക്ഷേത്രം, എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഞാൻ ബൈബിളിനകത്തുനിന്നാ പറയുന്നത്, ഞാൻ കഥയല്ല പറയുന്നത്. ബൈബിളിനകത്ത് ഒരു വ്യക്തിയെ ഞാൻ പറയുക. ജീവിതത്തിൽ അത് കണ്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ തിന്നാൻ കുടിക്കാനൊക്കെ ഉണ്ട്. എല്ലാ സൗഹാർദ്ദം ജീവിക്കാണത്. പക്ഷെ ഇവൻ പോയി കൃഷിയെടുത്ത് ആ യവം വധിക്കുന്ന ജോലി ഇരിക്കുകയാണ്. ഞാൻ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ ഞാൻ പറയുന്നത് എല്ലാം കൂടെ കാണാൻ കഴിയും. അതിന്റെ 6, 7, 8, 9 വാക്യങ്ങളുടെ വായിക്കും. ന്യായാധിപന്റെ പുസ്തകം 6-ാം അധ്യായം ന്യായാധിപൻ 6 അവന്റെ പുസ്തകത്തിലെ ഒട്ടേക്ക് വായിക്കും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ ഒരു ഭാഗത്ത് വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ഇതാ ഈ സമയം ഒരു ഗിദെയോനെല്ലാം ഉള്ളവൻ എല്ലാം നല്ല സ്ഥാനമാനങ്ങൾ. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ പോലീസിലേക്ക് വിട്ടവണി എനിക്ക് സ്ഥാനമാണ് തിരിക്കാം. പക്ഷെ ഇതെല്ലാം വിട്ട് താഴ്ത്തിക്കൊണ്ടിട്ട് ഒരു സാധാരണ കൂലിപ്പണിക്കാരനെ പോലെ യവമതിച്ചിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ അത് വാരിക്കൊണ്ട് പോകാൻ കാവലിക്കുക. ആ ജോലിയിലാണ് ഇപ്പോൾ ആര്? ഗിദെയോൻ. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചു. യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. പ്രവാചക ജോലി എന്താണ്? അടുത്തതായി കൃഷിയോട് കൂട്ടിയിട്ട് അടിച്ചു വരി പൊഴിച്ചോണ്ടിരിക്കുക. പ്രവാചകല്ലേ, നീ ഓടിച്ചോണ്ട് കാര്യം മന്ത്രിയോട് പ്രവചിക്കുന്നേ. അതിന് കൊട്ടാരത്തിൽ ജീവിക്കരുത്. പ്രവാചകൻ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ, അപ്പോസ്തലൻ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കടന്നു പോകുന്ന പാതകളൊക്കെ ചെറുതായിരിക്കത്തില്ല, അത് അസാധാരണമായിരിക്കും. മനസ്സിലാവുന്നോ? അതൊക്കെ അസാധാരണമായിരിക്കും. പിന്നെ എല്ലാം അങ്ങനെയല്ല. ഈ പ്രവാചകന് കൊടുത്ത സംഭവം ഒരു കുടമാണ് കൊടുത്തത്. കുടം കർത്താവെ മോശമാണ്, 600 ഒരു കുടങ്ങിയാൽ മതി. എന്നെ അവരെ പോലെ ആക്കി. നിന്നെ അവരെ പോലെ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. നിന്നെ കൊണ്ട് നിന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഡ്രൈവറിന് അറിയാം. ഇവനെവിടെ നിന്ന് ആകെ കൂടി യഹോവ വധിച്ച് ഇങ്ങനെ പരിപാടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കണമെന്ന് ദൈവത്തിനറിയാം. മിദ്യാന്റെ കയ്യിൽ ഇസ്രായേലിനെ രക്ഷിക്കണം. അവർ അധ്വാനിക്കുന്ന അവർ തിന്നണം. ഇത് ശത്രു വലിച്ചോണ്ട് പോവുക. ഇതിനെ കരയുവാനും പ്രാർത്ഥിക്കുവാനുമായി ചോദിത്തനെ യവമതിക്കുവാൻ എന്ന് പറയണോ പ്രാർത്ഥിക്കല എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, ഇവന്റെ അപ്പൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ താള മോൻ, ഇവിടെ താള മോൻ പറയുന്നത് പ്രാർത്ഥിക്കല. ശരിയല്ലേ? ഞാൻ ബന്ധത്തില്ല. എന്റെ അപ്പനും അപ്പനും അങ്ങനെ ജീവിച്ച ആളാണ്. എനിക്ക് പിന്നെ ഈ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു പോയി ഇതെല്ലാം കൊണ്ടുകൂടെ പഠിക്കും. അങ്ങനെ നീ പഠിക്കുന്നതേ അമ്പൂരാ കൈ വയ്ക്കുമ്പോൾ ഇതെല്ലാം പോട്ടും. പൊട്ടാൻ പല ഉണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടാൻ പോവേ. തമാശക പറയല്ല, പരിശുദ്ധാത്മാവ് തന്ന കാര്യങ്ങളാണ് കൈമാറുന്നേ. എന്തെങ്കിലും ബാക്കിയിരിക്കുമ്പോൾ അത് പൊട്ടും. ഇവരിങ്ങനെ യോഗം വധിച്ച് ആ കൂടി വിദ്യാലയപ്പെട്ട് നല്ലാതിരിക്കുകയാണ്. തീർന്നില്ല, വായിച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന് മിസ്രയീമിയുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെ കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ചു. അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. എന്തിനാ അപ്പോ ഈ പീഡിപ്പിച്ചവരുടെ ദേശമുണ്ടല്ലോ, അത് ചില കയ്യിൽ ലഭിക്കും.
പീഡിപ്പിച്ചവർ മാത്രം പോകയല്ല, പീഡിപ്പിച്ചവരുടെ ദേശം കരങ്ങൾ തരും. അതോ ഞാൻ വളരെ ശാന്തമായി പറഞ്ഞത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കരുതേ. തീ പിടിക്കുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ കുറുക്കന്റെ വാല് പിടിച്ചിട്ട് ചേർത്ത് കെട്ടിയെന്ന് വിട്ടില്ലേ? അപ്പൊ സംഗതി എവിടെയൊക്കെ പോയി അവിടെ എല്ലാം തീ പിടിച്ചതുപോലെ കേക്ക് നിരത്തുള്ള തീ പിടിക്കുന്ന ഒരു സാധനമായി വെളിപ്പെടുത്തി. വിടുതൽ പ്രാപിക്കാൻ വിടുതൽ പ്രാപിച്ചാൽ പോകത്ത്. അടുത്തത്, യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്ന് നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. അപ്പനത് ചെയ്യുക, മോനെ ചെയ്യാൻ പറ്റുന്ന പ്രമാണമില്ല, ചെയ്യാൻ പാടില്ല. അപ്പൻ അവിടെ ചെയ്യുക, മോനെ ചെയ്യാൻ പ്രമാണമില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പനതൊക്കെ ചെയ്യുക, പക്ഷെ മോനെ ചെയ്യാൻ പ്രമാണമില്ല. അടുത്ത്, നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. നോക്കി പറയാം, നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. വാക്ക് കേട്ട് അനുസരിച്ചാലേ കാര്യം നടക്കും. അടുത്ത്, അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അഭിയേഷ്യനായ യോവാശന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്ന് അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിനരികെ വച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. ശ്രദ്ധിക്കണേ, ഇപ്പോഴെങ്കിലും കാര്യം നടക്കുമോ? അതോ മക്കൾ നമ്മ വായിക്കൊണ്ട് പോകുമോ? എല്ലാ കുടുംബത്തിന് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമാക്കിയത് നന്മയായിട്ട് തീരുമോ? അതോ ഇനിയും പ്രശ്നമാണോ? പറയാൻ പറ്റുന്ന ദൈവമേ, ഇങ്ങനത്തെ കഴിഞ്ഞ വർഷം പോയി, അതിന്റെ മുമ്പ് ദോഷവും പോയി, അങ്ങനെ 5-6 വർഷങ്ങളാണ് അവരോട് പോയത്. ശരിയാണ്, ഓരോ വർഷവും കാത്തിരിക്കും, ഈ വർഷം നന്മ ഉണ്ടാവും. ഓരോ നാളും മാസവും കാത്തിരിക്കും, ഈ വർഷത്തിൽ നന്മ വരും. എല്ലാം കൊണ്ടുപോകുക, എല്ലാം കൊണ്ടുപോകുക, എല്ലാം കൊണ്ടുപോകുക. നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള നന്മ വെളിപ്പെടാത്ത ചോർച്ചയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത് വായിച്ചു. അല്ലയോ പരാക്രമശാലിയെ, ഈ സമയം ഈ യഹോവദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നില്ലേ? ഹല്ലേലൂയ. ഒരു കാവൽക്കാരനെ പോലെ ഒരു സ്ഥാനമാനമായി. ഞാൻ പറഞ്ഞില്ലേ, അപ്പന് വലിയ സ്ഥാനമാനം ഉണ്ടെന്നേ. ആ സ്ഥാനമാനത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ ഇപ്പോൾ എന്താണ്? അതെല്ലാം വിട്ടിറങ്ങി ഒരു സാധാരണ ഒരു പണിക്കാരനെ പോലെ പണിയെടുക്കുകയാണ്. ഒരുപാട് മറുഭാഗത്ത് ഒരു കാവൽ കാക്കുകയാണ്. അതിനപ്പുറഭാഗത്ത് ഉള്ളപ്പെടത് പ്രാർത്ഥിക്കണം. ദൈവമേ, ഇപ്പോഴെങ്കിലും ഈ നന്മ എന്റെ ജനത്തിന് അനുഭവിക്കത്തക്കവണ്ണം നിങ്ങൾക്ക് തിന്ന് അതിന്റെ രുചി അറിയുവാൻ ഭാഗ്യം തരണമേ. ആരും എടുത്തോണ്ട് പോകരുത്. ഒരുപാട് ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ദൂതൻ തന്നെ നോക്കുകയാണ്. കൈവേലകത്തിന്റെ കീഴിൽ ദൂതൻ വന്നിരിപ്പുണ്ട്. അപ്പോൾ നോക്കിയേ, പരാക്രമശാലി. ജീവിതത്തിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നല്ല പേരാണ്. എന്തോന്ന് പേര്? പരാക്രമശാലി. എല്ലാരെയും പരാക്രമം കൊണ്ട് അടികിട്ടി നല്ല വാങ്ങിച്ച് നന്മയെ നഷ്ടപ്പെട്ട് ഇരിക്കുമ്പോഴാണ് പരാക്രമശാലി. അപ്പോഴാണ് പറഞ്ഞത്, നിന്നെ ഞാൻ പ്രവാചിയായി പ്രവാചകനായി കണ്ടിരിക്കുന്നത്. നല്ല മനസ്സിലാവോ? ദൈവം പ്രവാചകനായി കണ്ടിരിക്കുന്നത് ഇതിനൊക്കെ അനുഭവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ഇവർക്കാണ് പ്രശ്നം. തമ്പുരാന്റെ അഭിഷേകം, അവനാൽ പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകത്തിന്റെ പേരുണ്ടെങ്കിൽ, ഒരു വിടുതലിന്റെ പേരുണ്ടെങ്കിൽ, ഒരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ എല്ലാം എതിരായി. ശോധന തേരുതേരേ ആഞ്ഞടിക്കിലും നീയേ ശരണം, എന്നെന്നും ശരണം, ശരണം 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 ശരണം. യേശു നായക നീയേ ശരണം, പാപവും ശാപവും ഏറെ പെരുകിലും നീയേ ശരണം, എന്നെന്നും ശരണം, ശരണം 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 ശരണം. യേശു നായക ശരണം. പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശുവിലുണ്ട്. ഒരൊറ്റ വിളി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ. വായിച്ചോ,
അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനേ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? ദൈവം വിളിച്ചെങ്കിൽ കൂടെ ഉണ്ടെന്ന് പറഞ്ഞതാ, കൂടെ വരുന്നെങ്കിൽ പിന്നെ ഇത്രയും പ്രശ്നം. അപ്പൊ യഹോവയ്ക്ക് കഴിയത്തില്ലേ എന്താ പ്രശ്നത്തിൽ പറയാൻ തന്നെ? ശരിയല്ലേ? അപ്പൊ യഹോവയ്ക്ക് കഴിയാത്ത പ്രശ്നമോ? അങ്ങനല്ല നിങ്ങളെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളെ ചില കാര്യം ഗ്രഹിപ്പിക്കണം, നിങ്ങളെ ചില വിഷയങ്ങൾ ഉറപ്പിക്കണം, നിങ്ങളെ ചില കാര്യങ്ങൾ അവരുടെ കണത്തോട് പഠിപ്പിക്കണം. എങ്ങനെ കാവൽ കാക്കണം, എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ സംരക്ഷിക്കണം. അതിനുവേണ്ടി ഈ പ്രശ്നങ്ങൾ നിങ്ങൾ കരുതി ചെയ്യുന്നത്. അതാണ് പറയുന്നത് അല്പസമയത്തേക്കേ ഉള്ളൂ. നോക്കാം നമുക്ക് കഴിഞ്ഞ് അല്പോടെ. യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? തുടക്കത്തിൽ ഭയങ്കര അത്ഭുതങ്ങൾ, ഇപ്പൊ അത്ഭുതമൊന്നും കാണത്തില്ല. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. നമ്മളില്ലാത്ത വല്ലാത്ത എല്ലാ കുറ്റവും കുറവും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് അത്ഭുതം ചെയ്യും. പക്ഷെ നമ്മൾ ശുദ്ധീകരിച്ച് മാനപ്പെട്ട് ഇവിടെ വന്നു ഇപ്പൊ കുറെ പ്രാർത്ഥിക്കും അത്ഭുതമാണല്ലേ. ഞങ്ങളെല്ലാവരും കരകത്തി കല്ലിൽ പറഞ്ഞെ ഹല്ലേലൂയ. എനിക്കറിയാം നിങ്ങളെല്ലാവരും കഥ പറയുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞ സത്യമല്ലേ? എത്രയോ പ്രാവശ്യം നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഡിവോഴ്സ് പ്രാർത്ഥിച്ചത്, ഞാൻ കരഞ്ഞത്, ഞാൻ ഒത്തിരി അപേക്ഷിച്ചത്. എന്താണ് അല്പം നടക്കാത്ത? എന്താ എന്റെ പ്രാർത്ഥന മറുപടി തരാത്തെ? തുടക്കത്തിൽ എന്തുമാത്രം ഞാൻ പ്രാർത്ഥിച്ചു, അത്ഭുതം കണ്ടത്. ഇപ്പൊ അത് നടക്കുന്നില്ല. യഹോവ കൂടെ ഇല്ലേ കർത്താവ്? കർത്താവ് ഇവരൊക്കെ അപ്പോഴും ശക്തി ഉണ്ടായിരുന്നു, ഇപ്പൊ നീ വിലകിനായി പോയതോ? പിന്നെ ഈ മീനിന് ചൂണ്ടയിടുമ്പോഴേ ചൂണ്ട കൈ വെച്ചോണ്ടിരിക്കുന്ന ആളൊരു പരിപാടിയുണ്ട്. ആ പരിപാടി എന്നറിയാമോ? അത് കൊട്ടിയം തോന്നിയാൽ അതിനോട്ട് തിന്നാൻ വേണ്ടി. ഇതുപോലെ കർത്താവിന് പദ്ധതിയുണ്ട്. നീ ചോദിക്കുന്ന എല്ലാം തരും, എല്ലാം തരും, എല്ലാം തരും. നിന്നോട് പിടിച്ചോട് കൊണ്ടുവന്നിട്ട് നിയമം പഠിപ്പിച്ച് റെഡിയാക്കാൻ സമയമാകുമ്പോ നീ ചോദിക്കുന്നത് കിട്ടാവോ? പേടിക്കണ്ട. ഹലോ, പേടിക്കണം. അതാവോ പറഞ്ഞത്. ഞാൻ നിന്നെ താഴ്ത്തി, നിനക്ക് വിശപ്പൊക്കെ തന്നു നോക്ക്. നീ കർത്താവിനെ നിന്റെ കൂടെ നിൽക്കുമോ, അതോ അപ്പുറത്ത് ആരും ചുരുണ്ട് വെക്കുമോ പോവോ നോക്കാൻ? മനസ്സിലാകുന്നുണ്ടോ? അതൊരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് നീ ജയിച്ചെങ്കിൽ മാത്രമേ എത്ര കാലം കഴിഞ്ഞാലും നീ നന്നാ ചോദിക്കത്തുള്ളൂ. പേടിക്കരുതേ. തമ്പുരാൻ പറയുന്നത് ദൂരെ പറഞ്ഞേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതിനാ പറഞ്ഞു ഉറച്ചു നിൽക്ക്. യഹോവ നാളെ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നീ തന്നെ ശുദ്ധീകരിക്കുക. മൂന്നാം ദിവസം യോർദാൻ കടക്കാൻ പോവുകയാണ്. ഇന്ന് നീ തന്നെ താണിരിക്കുക. നാളെ നിങ്ങളുടെ അത്ഭുതം ചെയ്യുകയാണ്. മുന്തിരിവള്ളി അതിവൃക്ഷവും മാവവും കാറ്റില്ലേ, ഇന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു പക്ഷി ചുറ്റിപ്പറന്ന് കാത്തുപോലെ കാത്തു. ദൈവത്തിലെ നീ അനുഗ്രഹത്തിലേക്ക് വരാൻ പോവുക. പക്ഷെ നീ അനുഗ്രഹം അനുഭവിക്കാതിരിക്കാൻ അവൻ തന്ത്രങ്ങളുമായി വരുമ്പോ നിന്നെ യുദ്ധം പഠിപ്പിക്കണമെങ്കിൽ, നിന്നെ യുദ്ധകളത്തിലേക്ക് ഇറക്കി വിടണമെങ്കിൽ, നീ ഒരു അഭ്യാസിയാക്കി മാറ്റണമെങ്കിൽ നമുക്ക് പോരാട്ടമുള്ളത് ആരുടെയല്ല, ജനങ്ങളല്ല, പിന്നെ അധികാരങ്ങളോട്, ഈ ലോകത്തിന്റെ അധിപതിയോടും. ഇവനോട് യുദ്ധം ചെയ്ത് പഠിക്കാൻ വേണ്ടിയ ചില കാര്യങ്ങൾ ചോദിച്ചത് ഇല്ലാഞ്ഞിട്ടല്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹമുണ്ട്. അബ്രഹാമിലെ ക്രിസ്തീയ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കരങ്ങളിൽ പെട്ടെന്ന് വരാത്തതെന്ന് ചോദിച്ചാൽ മനസാക്ഷി അറിയാം. തമ്പുരാന്റെ മാറ്റിട്ട് ഒറ്റ പോക്ക് പോയാൽ കിട്ടത്തില്ല. അങ്ങനെ എത്ര വാങ്ങി പോയത്. പക്ഷെ നമ്മൾ അങ്ങനെ വാങ്ങിയ സമയം ഓർത്തു നോക്കി. പിന്നെ കുറച്ചു കാലം കർത്താവിന്റെ കൂടെ അല്ലായിരുന്നു. ശരിയല്ലേ? വരൂടല്ല. ഇനി നമുക്ക് അതാണ് പൗലോസ് തിമോഥെയോസേ, എന്റെ മകനെ നീ കൃപയാൽ ശക്തിപ്പെടുക. ശക്തിപ്പെടുക. ഇന്ന് ഇതുവരെ ശക്തി പ്രാപിക്കുന്നതെല്ലാം ശക്തി പ്രാപിക്കാൻ
ഇതുവരെ ബലഹീനത എന്ന് പറയുന്ന എല്ലാം ബലപ്പെടാൻ പോവുകയാണ്. ഒരു ഭയങ്കര മുറകളുടെയായി ഈ ദിവസം മാറാൻ പോവുകയാണ്. ഞാൻ കഥ പറയാല്ല, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. അത് ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം. നമ്മൾ ചില ചോദ്യം മറുപടി അറിയത്തില്ല. തമ്പുരാന്റെ പദ്ധതിക്ക് നിൽക്കാൻ പറയും. നിന്റെ ഈ ബലത്തോടെ പോകാൻ ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. യജമാനെന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇവിടെ ഞാനാണ് അയക്കുന്നത്. അപ്പൊ അധികാരങ്ങൾ കൊണ്ടാണ് നിങ്ങൾ കൂടെ വരാമെങ്കിൽ പറഞ്ഞിട്ടില്ലേ? ഇത് ഞാനെന്താ എവിടെയായിരുന്നു? എന്തായാലും തിന്നോക്കാത്തെ ഈ നമ്മുടെ അമ്മായിയോ അമ്മയോ അപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ സാധനം ഉണ്ടെങ്കിൽ കുറെ കാലങ്ങൾ വന്ന് കാണാതെ നിങ്ങൾ ഇത്തിരി ഗതിയൊക്കെ പിടിച്ചു വരുമ്പോൾ അവർ പതുക്കെ നോക്കും. എന്താ നിങ്ങളുടെ വേദന വരാൻ വരാത്തെ? അതും നമ്മൾ കഷ്ടകാലക്കാരില്ലായിരുന്നു. അപ്പൊ അവരെ കണ്ടാലും കണ്ടെന്ന് പറയുമ്പോൾ തിരിഞ്ഞു പോകും. ഇപ്പൊ നീ പച്ച പിടിച്ച് ദേശത്തിൽ അപ്പോഴും പതുക്കെ നോക്കും. ഇതെന്റെ ഓളാണ്, ഇതെന്റെ വരുമാനാണ്, അയ്യോ എന്റെ പച്ചപ്പിയാണ് എന്നൊക്കെ പറയാൻ അപ്പോഴാണ്. ഇതുപോലെ തന്നെ കാര്യം. അത് മനസ്സിലായി? ഇപ്പോഴേക്കും മനസ്സിലായില്ലേ? മനസ്സിലായി ഒരിക്കലും മനസ്സിലാകത്തില്ല. ഇത് മനസ്സിലായി ജീവിതത്തിൽ ഒരിക്കലും പഠിക്കുന്നുമില്ല. മനസ്സിലാക്കി നോക്കണം. അങ്ങനെ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ ശത്രുവിലേക്ക് അവർ കൂടി രക്ഷിക്കാൻ ജീവനില്ലാത്ത എന്നെ അയച്ചാൽ ഞാൻ തീരുകയാണ്. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഇനി പോരയ്ക്ക് കൊടുത്തതാ ഒരു കുടം, ശരിയല്ലേ? പുള്ളിയെ മിനിച്ചിലെ പേരാണ് കുടം. കുടമടച്ച് പമ്പ പിടിക്കടാ. യഹോവയ്ക്കും ഇതിനൊന്നും ഞാക്കാൻ പറ. ആർത്തു ദൂരന്മാരിറങ്ങി. ദൈവമേ, നിനക്ക് വേണ്ടി ഒരു സൈന്യം ഇറങ്ങാൻ പോവുകയാണ്. ഇന്നലെ നീ തോറ്റെടുത്തൊരു സൈന്യം ഇറങ്ങാൻ പോവുകയാണ്. നാളെയല്ല, ഇന്നും പകൽ ചിലർക്ക് വേണ്ടി ചില സൈന്യം ഇറങ്ങും. ദൂര സൈന്യം. എലിശാദില്ലേ, അവരോട് കൂടെ വരേക്കാൾ നമ്മോട് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഇന്നലെ വരെ നാഗണം നിങ്ങളോടൊപ്പം കൂടെ ചിറകടിച്ചിട്ട് പോയെങ്കിൽ, കളിയാക്കിയിട്ട് പോയെങ്കിൽ, ഒരു സൈന്യം ഇറങ്ങിയിട്ട് പറയും, മക്കളെ ഞാൻ എന്നോട് കൂടെയുണ്ട്, പോ എന്ന് പറയും. ഇനി ആത്മശ്രവണം നിർത്തിക്കോ. അതിന്റെ അറിയാം 21 വാക്യത്തിലേക്ക് വാ. പെട്ടെന്ന് യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം തൊട്ട് അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ട് ഗിദെയോനെ വിശ്വാസം ഉറപ്പിക്കുവാൻ ഇപ്പോൾ അവൻ കൊണ്ടുവന്ന ആഹാരത്തെ മനുഷ്യരുടെ രീതിയിൽ കൊണ്ടുകൊടുക്കുന്നത് വന്നത് ദൂതനാണ്. ദൂതന്റെ രൂപത്തിൽ, മനുഷ്യന്റെ രൂപത്തിൽ ഇപ്പോൾ ദൈവമായിരിക്കുകയാണ്. അതിനാണ് എബ്രായർ 1 പറയുന്നത്, പണ്ട് ദൈവം ഭാഗമായി ദ്വിവിധമായി ജനത്തോട് സംസാരിച്ചു, ഇപ്പോൾ പുത്രൻ നിമിത്തം നമ്മൾ അരുളി ചെയ്യുന്നു. ഇവിടെ ദൈവം ഡയറക്റ്റ്, ശ്രദ്ധിച്ചേക്കോ, ഇപ്പൊ ദൈവം ഡയറക്റ്റ്, യഹോവയായ ദൈവം ഡയറക്റ്റ് മനുഷ്യരോട് സംസാരിക്കാൻ പറ്റുന്നിരിക്കുക. രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം മനസ്സിലായോ? വാടി അറ്റം തൊടുമ്പോ തീ പാർപ്പത്ത് പാടുന്നു. നിന്റെ പേരെന്താണ്? എന്റെ പേര് അതിശയമുള്ളത്. ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെടും. അവരോട് വെളിപ്പെടുന്ന, അവർക്ക് വെളിപ്പെടുന്ന ഒരു പേരുണ്ടാവും. അവരെ വിളിക്കുന്ന ഒരു പേരുണ്ടാവും. അവരെ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ രീതിയും ശൈലിയും ഉണ്ടാകും. അവരോട് ഇടപെടാൻ വ്യത്യാസമായ അനുഭവങ്ങളായിരിക്കും. അതാ പറഞ്ഞ കുഞ്ഞെ, ആ ബന്ധം നീ ഒരിക്കലും കളയരുത്. ആ ബന്ധത്തിൽ നടക്കണം. വിളിച്ചവൻ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർന്നില്ല, വായിച്ചു രണ്ട് വാക്യം കൂടെ. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു. മാംസവും പുളിപ്പില്ലാത്ത വടകളും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു. യഹോവയുടെ പറയുന്നു ആ പദം കണ്ടോ? യഹോവയുടെ ദൂതൻ. ബൈബിൾ ശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു യഹോവ തന്നെ ഇറങ്ങി വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാ യഹോവ കൽപ്പിക്കുന്നു, പോ ഇവരത്തോടെ. യഹോവ നിന്നോട് പോ. ഇന്നലകളിൽ പരാജയം കണ്ട ജീവിതത്തിൽ ഇതുവരെ പരാജയം നന്മയൊന്നും കാണാൻ താല്പര്യമുണ്ട്. ഒരുപാട് കൊതിക്കുന്നുണ്ട് ചില നന്മകൾ കാണാൻ, പക്ഷെ പുറത്തു വരാൻ പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഒരു ഗിദെയോനെ പോലെ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞതിന്റെ പേര്? പേര് പറയടാ, രഞ്ജിത്ത്. ഓഹോ,
ഇവർ അഭിഷക്തനായി യേശുവിന്റെ പ്രസംഗികളായി മാറാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? ഇതുപോലെ തമ്പുരാൻ ഒരു വചനം തരുമ്പോ എവിടെയെങ്കിലും കാണും തമ്പുരാനിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി. ഇതിനാ ഞാൻ പറയുന്നത്, നിങ്ങൾ കുറച്ചു കാലം കരുതലൊക്കെ ശരിയായിരിക്കാം. നിങ്ങളുടെ ദൈവത്തിന്റെ പദ്ധതി ഇറങ്ങുമ്പോ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നേരെ നിങ്ങൾ കണ്ടുള്ളൂ, ഇതുവരെ കണ്ടുള്ളൂ, ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് ഒരു പരിചയമില്ല മോനെ, പക്ഷെ ദൈവത്തിന് തന്നെ ആവശ്യം. ദൈവം കടത്തിവിടുന്ന പാതകൾ അത് ചെറുതായിട്ടില്ല, അതിന് ട്രെയിനിങ്ങാണ്. അനുഭവിച്ചിട്ട് അനുഭവിച്ചല്ലേ, കൂടെ എല്ലാം തള്ളിക്കളാം. എല്ലാവർക്കും കൂടെ നിന്നാ പാത്രം വാങ്ങി കളിയാക്കും, കാണുമ്പോൾ ചിരിക്കും, മാറി പരിഹസിക്കും അല്ലേ. സാരമില്ല, നിന്റെ കണ്ണീർ തുറയ്ക്കുന്ന യേശുവിനെ എന്ന് പറയപ്പെടുക, നിന്റെ വേദനയെ മാറ്റുന്ന യേശുവിനെ തൊടുകയാണ്, നിന്റെ നിന്ദയെ മാറ്റുന്ന യേശു തൊടുകയാണ്. എവിടെയെല്ലാം നീ നിന്ദിക്കപ്പെട്ടുവോ അവിടെയെല്ലാം സ്വർഗം നിന്നെ മാനിക്കപ്പെടാൻ പോവുകയാണ്. എവിടെയെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തിയോ അവിടെയെല്ലാം നീ ഒരു അനുഗ്രഹപാത്രമായി തീരാൻ പോവുകയാണ്. വരും നാളിൽ നീ കയറിച്ചെന്ന ഭവനങ്ങൾ ദേശം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നേരത്തെ കേട്ടില്ലേ, വിദ്യാന്റെ കൊള്ള കൈ വന്നെന്ന് ഗിദിയോന്റെ, ഇതുപോലെ നിന്റെ കൈ തരുകയും ഒരു സമയം വരും, നിന്റെ എഴുന്നേൽപ്പിന്റെ സമയം വരാൻ പോകുന്നു. ഇതൊക്കെ നോക്കി നീ ഭാരപ്പെടരുത്. വിദ്യയുടെ നന്മ നിന്റെ കരങ്ങളിൽ തിരിച്ചു പിടിക്കാൻ സമയമായി. ദേശം ഓടിക്കാനാണ് ചില നോക്കുന്നത്. സ്വർഗമോട് പറയും, നിന്റെ ദേശം ഉറപ്പിക്കുന്നു. ദൈവവൈദ്യരെ, നീ ഒരു അനുഗ്രഹമാകാൻ സമയമായി, നീ ഒരു അനുഗ്രഹമായി മാറുവാൻ സമയമായി, നിന്റെ അനുഗ്രഹത്തിന്റെ എഴുന്നേൽപ്പിന്റെ സമയമായി, നിന്റെ ഉയർച്ചയുടെ സമയമായി, നിന്റെ ജീവിതത്തിലെ വെല്ലുവിളികൾ നീങ്ങുവാൻ സമയമായി. നിന്നെ ഒന്നിനും തടഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ചില വ്യക്തികളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ചിലർ കമ്പിക്കൂട്ടിനുള്ളിൽ കിടക്കുന്ന പോലെ, ജയിലറയിൽ തലവരെ കിടക്കുന്ന പോലെ ചിലതിനകത്ത് കിടപ്പുണ്ട്. അതിനൊക്കെ കർത്താവ് പുറത്തുകൊണ്ടുവരാൻ പോവുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ നിന്നെ ഒതുക്കിയ മേഖലകളിൽ, ഇന്നലെ നിന്നെ തളർത്തിയ മേഖലകളിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇടത്ത് നീ ഒരു മാനിക്കപ്പെട്ട വ്യക്തിയായി മാറാൻ പോവുകയാണ്. അല്ലയോ ഗിദിയോനെ, മറ്റൊന്നുമില്ലെങ്കിലും കീഴെ പൊട്ടുന്നത് കൊണ്ടുവന്നതല്ലേ, അത് പൊട്ടുമ്പോ നിനക്കുള്ള ജയമുണ്ടാകും. ഗിദിയോന്റെ കയ്യിൽ നിന്ന് കൊലവെപ്പോ പൊട്ടിച്ച് പന്തം പിടിച്ചു, അപ്പോൾ അവന്റെ ജയത്തിന്റെ സമയമായി. എഴുന്നേൽക്ക് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. ഞാൻ ഇപ്പോൾ പറയട്ടെ, ഇത് നിങ്ങളുടെ എഴുന്നേൽപ്പിന്റെ നാളുകൾ, ഇത് നിങ്ങളുടെ ഉയർച്ചയുടെ നാളുകൾ, ഇത് നിങ്ങളുടെ പരാജയത്തിന്റെ നാളുകളല്ല. അല്ലയോ പരാക്രമശാലിയെ, ഈ ബലത്തോടൊപ്പോ ദൈവമല്ലയോ നിന്നെ അയക്കുന്നത്. അല്ലയോ പരാക്രമശാലിയെ, ഈ ബലത്തോടൊപ്പോ ദൈവമല്ലയോ നിന്നെ അയക്കുന്നത്. എന്താ നിന്റെ പ്രത്യേകത? ദൈവമാണെങ്കിലും ഇറങ്ങി വന്ന് തൊട്ടുണ്ടെങ്കിൽ അത് തൊട്ടതാ, അത് തൊട്ടതാ. ദൈവം എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ സംഭവിച്ചേ മതിയാകത്ത. ദൈവം എന്നെ ഒരിക്കൽ തൊട്ടു, അത് തൊട്ടത് തന്നെയാണ്. അതൊരു അവസരം വേണമല്ലോ, അത് എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ, അല്ലാതെ ചുമ്മാ തൊട്ടാ ശരിയാകത്തില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഉടഞ്ഞു പോയവരേക്ക്, തകർന്നു പോയവരേക്ക്, തളർത്തിക്കളവരേക്ക് നടുവിൽ ദൈവം ചില മാനിച്ചു നിർത്താൻ പോവുകയാണ്. എങ്ങനെ ജീവിച്ച കുടുംബമോ ഇങ്ങനെ ഭിന്നതയും ഭിന്നഭിപ്രായം ഉണ്ടായി ഇങ്ങനെയാകുമെന്ന് അറിഞ്ഞതില്ല. ഞെട്ടൊന്നാണ്, പക്ഷേ കാഴ്ചപ്പാടുണ്ടായിപ്പോയി. നിന്റെ സഹോദരനല്ലേ അത്? എന്തോ ഇങ്ങനെ ആയിപ്പോയി. നിന്റെ സഹോദരല്ലേ അത്? ഇങ്ങനെ ആയിപ്പോയി. നിന്റെ അമ്മയല്ലേ അത്? ഇങ്ങനെ ആയിപ്പോയി. അത് മനസ്സിലായത് നിങ്ങൾക്ക്? ഞാൻ അതിൽ അപ്പുറം അങ്ങോട്ട് ഇത് പിരിക്കുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ തോന്നായി. ഇവരെടുത്ത് ഇങ്ങനെ ആയിപ്പോകുന്നു ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇവരെടുത്ത് ഇങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഈ കുടുംബം ഇങ്ങനെ ഉടയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എന്ത് സന്തോഷത്തോടെ ജീവിച്ചത് അല്ലേ? ശോധന തേരുത്തേരെ ആഞ്ഞടിക്കിലും നീയേ ശരണം, എന്നെന്നും ശരണം, ശരണം 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 ശരണം. യേശു നായക നീയേ ശരണം.
ശരണം 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 യേശു നായക നീയേ ശരണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് ചില വിഷയങ്ങളൊന്നും മറുപടി വരാം. അതിന് സമയം വെച്ചിട്ടുണ്ട്. ഫെലിസ്ത്യരെ ഓടിക്കുവാൻ സമയം വെച്ചിട്ടുണ്ട്. അവർ നോക്കി ഫെലിസ്ത്യ സൈന്യം ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഇതെങ്ങനെ സംഭവിച്ചത്? ഈ കൊച്ചു മനുഷ്യന്റെ കയ്യിൽ വാളില്ല, അവന്റെ കയ്യിൽ കൊടുത്തത് ഒരു കുടമാണ്. ഇത് പറയണം, എന്റെ കയ്യിൽ എന്റെ മിനിസി കുടം മിനിസിയാണ്. ഇത് കീഴെ വീഴാൻ ഉടഞ്ഞു പോകും. കീഴെ വീഴ്ത്തി ഉടയ്ക്കണ്ട, നമുക്ക് കൈ വെച്ചേ ഉടയ്ക്കണം. പക്ഷെ കുടത്തിനകത്തൊന്നുണ്ട്, ഒരു പന്തമുണ്ട്. എന്താ സ്വാമി ഈ കുടവും പന്തവുമായിട്ട് ബന്ധം? നിന്റെ ജീവിതം തന്നെ. കീഴെ വീഴാൻ തകർന്ന ഈ കുടം, നിന്നുകൊണ്ട് തകർന്ന കുടം, നിരാശ കൊണ്ട് ഉടഞ്ഞുപോയ കുടം, പ്രശ്നങ്ങൾ മാത്രം അനുഭവിച്ച ജീവിതം. പക്ഷെ അകത്തൊരു പന്തമുണ്ട്, അഭിഷേകത്തിന്റെ പന്തം. അങ്ങനെ പിടിച്ചാലുണ്ടല്ലോ, കത്തും ചെറു കത്തും.